നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. ദൃശ്യം പോലെയുള്ള ഒരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ദൃശ്യം ഫസ്റ്റും സെക്കൻഡും ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക. ഒരു ആളുടെയും റിവ്യൂ കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ള സാധനം ആ തിയേറ്ററിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നല്ല രീതിയിൽ തന്നെ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാവുന്ന നല്ല ഒരു ചിത്രമാണ് ദൃശ്യം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്വിസ്റ്റ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോ കാണാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ദൃശ്യം 1 വലിയൊരു ഹിറ്റായി മാറിയ സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയാണ്. സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അത് OTT-യിലാണ് റിലീസ് ചെയ്തത്. എന്നാൽ ഈ രണ്ട് സിനിമകൾ ഇറങ്ങിയതിനു ശേഷവും വളരെയധികം നെഗറ്റീവായിട്ടുള്ള റിവ്യൂസ് അല്ലെങ്കിൽ കമന്റുകളൊക്കെ ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് സിനിമയ്ക്ക് ഒരു സീരിയൽ മേക്കിംഗ് ആണ്. അത് ദൃശ്യം 2-നാണ് ഏറ്റവും കൂടുതൽ വന്നത്. എനിക്ക് തോന്നുന്നു അത് OTT-യിൽ കണ്ടതുകൊണ്ട് തോന്നുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് എടുത്തു നോക്കുക. ദൃശ്യം 2 ആയാലും ദൃശ്യം 1 ആയാലും ഈ ഒരു സീരിയൽ മേക്കിംഗ് സെറ്റപ്പ് തന്നെയാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു കഥ. അതുപോലെ കഥ പറച്ചിൽ രീതിയും രണ്ടും സെയിം തന്നെയാണ്. ഒട്ടും വ്യത്യാസമല്ല 3 എന്ന് പറയുന്നതും. ഇതേ രീതിയിലുള്ള സീരിയൽ മേക്കിംഗ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെയും പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഇതേ കഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ തന്നെ ഒരു കൃഷിക്കാരനായിട്ടുള്ള ജോർജ് കുട്ടിയുടെ കഥ പറയുമ്പോൾ എന്തിനാണ് ഈ ഇടിവെട്ട് ക്യാമറ വർക്കുകളും ഭീകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ വരുന്നത്? അതിന് ആ കഥ പറഞ്ഞു പോവുക എന്നുള്ളൊരു ചുമതല മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ ചിലപ്പോൾ സീരിയൽ മേക്കിംഗ് ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ സീരിയൽ മേക്കിംഗ് ഒന്നുമല്ല, സിനിമയുടെ മേക്കിംഗ് രീതിയിൽ തന്നെയുള്ളതാണ് ഈ രണ്ട് സിനിമകളും. അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങി മുന്നോട്ട് പോയി പയ്യെ ഒരല്പം ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഭീകരമായിട്ടുള്ള ഒരു കൂട്ട ഇളക്കിമറിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് ഈ രണ്ട് സിനിമയിലും കണ്ടത്. അത് തന്നെ നിങ്ങൾക്ക് ഈ സിനിമയിലും കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ കഥ പോകുന്ന പാറ്റേൺ രണ്ട് സിനിമയിലും എങ്ങനെയാണോ യൂസ് ചെയ്തത് അത് തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ ജോർജ് കുട്ടി, ഒന്നാം ഭാഗത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടിയുടെ കൃഷി കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഫാമിലി കാര്യങ്ങളെല്ലാം കാണിച്ച് ഫസ്റ്റ് ഹാഫ് പോകുന്നു. ഒരു ഇന്റർവെല്ലിനോട് കൂടി ഒരു വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിന്റെ വേറെ ലെവലിലുള്ള തലങ്ങളിലേക്ക് അത് പടം ഉയരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴും സെയിം തന്നെയായിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോഴും സെയിം തന്നെയായിരുന്നു. അതായത് ജോർജ് കുട്ടിയുടെ ലൈഫ് ഒരു അല്പം ഉയർന്നു. അദ്ദേഹം തിയേറ്റർ ഓണറൊക്കെ ആയി, കുറച്ച് കാശൊക്കെ കയ്യിൽ വന്നു. പക്ഷെ ഇതേ രീതിയിലുള്ള ആ ഒരു ജീവിത പശ്ചാത്തലം കാണിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വേറെ ലെവലിലേക്ക് അത് മാറ്റി മറിക്കുന്നു. ഇതേ രീതി തന്നെയാണ് തേർഡ് പാർട്ടിലും പിന്തുടർന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ജോർജ് കുട്ടിയുടെ ലൈഫ് ഒന്നുകൂടി മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. ആദ്യം തിയേറ്റർ ഓണർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ മുകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അതെന്താണെന്ന് നിങ്ങൾ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. പിന്നീട് ആ കുടുംബത്തിൽ നടക്കുന്ന കുറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, അതിനകത്തും ചെറിയ ചെറിയ ഇദ്ദേഹത്തിന് ടെൻഷൻ. ഇന്നും അദ്ദേഹം ആ ഒരു പഴയ സംഭവത്തെ കുറിച്ച് ഓർത്തിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും ഇനിയും എന്തെങ്കിലും തന്നെ അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള ടെൻഷനോട് കൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഇന്റർവെല്ലോട് കൂടി ഒരു വലിയൊരു ട്വിസ്റ്റിനുള്ള ഒരു സാധ്യത കൊണ്ടുപോയി നിർത്തുന്നു. അത് തിയേറ്ററിൽ നല്ലൊരു കയ്യടി ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പറയാനില്ല. സെക്കൻഡ് ഹാഫിൽ ആ ഒരു വള്ളിക്കെട്ട് പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ആ കുടുംബത്തിലെ പശ്ചാത്തലത്തെ അദ്ദേഹം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് കണ്ടു തന്നെ ഇരുന്ന് അനുഭവിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ആ ഏരിയകളിലൊക്കെ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നതായാലും മോഹൻലാലിന്റെ അഭിനയമായാലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് വേറെ ലെവലിൽ തന്നെ മോഹൻലാൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ തന്നെ ഒരു കൂട്ട ഇളക്കുമറിക്കൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നു. ഇതാണ് ആ സിനിമയുടെ ട്വിസ്റ്റ്, അത് നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കുക എന്ന് പറയാമായിരുന്നു. ബാക്കിയെല്ലാം കഥ നമുക്ക് പറഞ്ഞു കൊടുത്താലും ആ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ കാണാൻ പോകുന്നവന് പടം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. സെക്കൻഡ് ഹാഫിലും അങ്ങനെ തന്നെ ഒരു ട്വിസ്റ്റ് കോടതി മുറിയിൽ വെച്ച് നടക്കുന്നുണ്ട്. എന്നാൽ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ
സംവിധായകൻ മറന്നുപോയതല്ല, കൃത്യമായിട്ട് അത് കൊടുക്കാതിരുന്നത് തന്നെയാണ്. അതായത് നമ്മൾ സ്ഥിരം പറഞ്ഞ് ക്ലീഷയായി മാറിയ ഒരു സംഭവമാണ്. എല്ലായ്പ്പോഴും പറയുന്ന ഒരു സാധനമാണ് കട്ടപ്പ എന്തിനു ബാഹുബലിയെ കൊന്നു എന്നുള്ളത്. ചോദ്യം ചോദിച്ചാൽ ആ സെക്കൻഡ് പാർട്ടിന്റെ കഥ മൊത്തം പറയേണ്ടി വരും, അല്ലാതെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. ഈ സിനിമയിലെ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് പറയേണ്ടി വരും. അതേ രീതിയിൽ തന്നെയാണ് സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ട്വിസ്റ്റ് അല്ല. അദ്ദേഹം ഈ ഒരു ഇത്രയും കാലം കഴിഞ്ഞു, ഇത്രയധികം ജീവിത നിലവാരം ഉയർന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ആ ഒരു അപകടത്തെ മുന്നിൽ കണ്ടു തന്നെയാണ് ജീവിക്കുന്നത്. ആ ജീവിതത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്നു. അത് മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര പേർക്ക് അത് ദഹിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഗംഭീരമായിട്ട് തന്നെയാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള മേക്കിംഗ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലര് സീരിയൽ എന്ന് പറഞ്ഞ് വന്നേക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വന്നേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ട്വിസ്റ്റ് ഒന്നുമില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആദ്യമേ ചിന്തിക്കുക, അവന് എന്താണ് സിനിമ എന്ന് പോലും അറിയത്തിട്ടുണ്ടാവില്ല. കാരണം ഇതുപോലെ ഒരു ട്വിസ്റ്റ്, ഇത്രയധികം സംഭവങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വച്ചിട്ട് ആ രീതിയിൽ അത് എങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അത് സ്ക്രിപ്റ്റ് ആക്കി കൊണ്ടുവരാനും അത് എങ്ങനെ മേക്ക് ചെയ്തെടുക്കണമെന്നും കൃത്യമായിട്ട് ജിത്തു ജോസഫിന്റെ ഈ സിനിമ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം മലയാളത്തിൽ നമുക്ക് എടുത്തു പറയാനെന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ക്ലൈമാക്സ് അല്ല, ടെയിൽ എൻഡ് അല്ലെങ്കിൽ പടം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന രീതിയോട് എനിക്കൊരു ചെറിയ ഒരു എതിർപ്പുണ്ട്. ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ ചേഞ്ച് ഗംഭീരമായിട്ടുള്ള തിയേറ്ററിൽ പൊട്ടിത്തെറി തന്നെയാണ് സംഭവിച്ചത്. ആ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ജോർജ് കുട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു ചേഞ്ച് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരുന്നു തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഭീകരമായിരുന്നു. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോഴും ആ ഒരു ട്വിസ്റ്റ് വരുമ്പോൾ നിങ്ങളും അറിയാതെ രോമം പൊന്തി ഡാൻസ് കളിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ അത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ആ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ആ കഥ അങ്ങോട്ട് അവസാനിപ്പിച്ച രീതി എനിക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു 4th പാർട്ടിനുള്ള ഒരു ലീഡ് കൊടുക്കുന്ന രീതിയിലാണ് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് പണം കായ്ക്കുന്ന മരം 3ാം ഭാഗത്തോടുകൂടി വെട്ടിക്കളയാൻ ആന്റണി പെരുമ്പ അവർ തയ്യാറല്ല എന്നുള്ളതാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും ആ മരം ഇനിയും വളരാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും അവസാനിപ്പിച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ 3ാം ഭാഗത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന അവസാനത്തെ ആ ഒരു എൻഡിങ് പോർഷൻ എന്ന് പറയുന്നത് അതൊരു ലീഡ് പോലെ നമുക്ക് 4ാം ഭാഗം വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു നിർത്തുമ്പോൾ അതൊരു ലീഡ് പോലെ അല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാം. ഇനിയിപ്പോൾ 4ാം ഭാഗം വരികയാണെങ്കിലും 2ാം ഭാഗം വന്നപ്പോൾ കുറെ വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ലൈഫ് കാണിക്കുന്നത്. 3ാം ഭാഗം വരുമ്പോഴും അദ്ദേഹത്തിന്റെ കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രയധികം മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തിൽ വീണ്ടും കുറെ വർഷങ്ങളുടെ കടന്നുപോകൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് 6 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നീട് നമുക്ക് കാണിക്കുന്നത്. എന്നാൽ ഇനി 4ാം ഭാഗം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡിങ് നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ഇത്തിരി കല്ലുകടിയെ പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് അല്ല പറയുന്നത്, ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ ആ എൻഡിങ് എന്ന് പറയുന്ന സാധനം, പിന്നെ സെക്കൻഡ് പാർട്ടിന്റെ കഥയോടാണ് നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ ത്രില്ലിംഗ് പോർഷനൊക്കെ നമുക്ക് ഉപമിക്കാൻ സാധിക്കുക. ഫസ്റ്റ് ഹാഫിൽ ഗംഭീരമായിട്ടുള്ളൊരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ കോടതി രംഗങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കുറെ ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ. അതായത് ജോർജ് കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ പറ്റിച്ചെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. പക്ഷെ അത് എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ ആ ട്വിസ്റ്റുകളുടെയൊക്കെ ഓരോരോ ലിങ്കുകൾ കൊടുത്തിട്ടാണ് പടം മുന്നോട്ട് പോയത് എന്നുള്ളത് പറഞ്ഞത്. എന്ത് തന്നെയാലും എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിന് ഗംഭീരമായിട്ടുള്ളൊരു വർത്തായിരുന്നു സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫാമിലിയോട് കൂടി തന്നെ പോയിരുന്ന് കാണേണ്ട സിനിമയാണ് ദൃശ്യം 3 എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും തന്നെ പറയാനില്ല. സ്പോയിലർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ധൈര്യമായിട്ട് അത് അവഗണിച്ചിട്ട് തന്നെ പോയിക്കോളൂ. കാരണം സ്പോയിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് പറയാൻ ഈ സിനിമയിലില്ല. ത്രൂ ഔട്ട് കഥ പറയേണ്ടി വരും. നന്ദി, നമസ്കാരം. കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കാണാതെ സിനിമയെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നവരുടെ നല്ലൊരു കുത്തൊഴുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം ഏതാണ്ട് ഞായറാഴ്ച വരെയുള്ള പ്രമുഖ തിയേറ്ററുകളിലെല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ടാണ് പടം ഓടുന്നത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഒരല്പം വൈകിയത് കൊണ്ട് 8 മണിക്കിടെ 8:30 8:15 ഷോയ്ക്ക് ഒന്നും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് 11 മണിയുടെ ഷോയാണ്. അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആയി പോയത്. എന്ത് തന്നെയാലും നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ കമന്റ് ചെയ്യുക. പടം കാണാത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളും കമന്റ് ചെയ്യുക. എത്രയോളം പ്രതീക്ഷയോട് കൂടി പോയാലും നിങ്ങൾക്ക് ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം.